ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, യാത്രാ ദുരിതം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. തലോരിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ പ്ലാസയിലെത്തി ടോൾ ബൂത്തുകൾ തുറന്നുവിട്ടു. പിന്നീട് മുദ്രാവാക്യം വിളികളുമായി ടോൾ പ്ലാസയിൽ സംഘടിച്ചു നിന്നു. തുടർന്ന് നടന്ന യോഗം ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ അധ്യക്ഷനായി. KK രാമേന്ദ്രൻ MLA, PK ചന്ദ്രശേഖരൻ, KK വത്സരാജ്, ഉണ്ണികൃഷ്ണൻ നീച്ചരത്ത്, CL ജോയ്, CT ജോഫി, CR വത്സൻ, ജെയ്സൺ മാണി, ഷൈജു, ബഷീർ, പോളം ചാക്കോ, ഗോപിനാഥൻ താറ്റാട്ട്, യൂജിൻ മൊറേലി, VS പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലയിലെ 5 ഇടങ്ങളിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. നിർമ്മാണ പ്രവർത്തനങ്ങളെ നമ്മളെല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ മുൻകരുതലുകളില്ലാതെ, ക്രമീകരണങ്ങളില്ലാതെ ഉച്ചയുന്ന വേഗത്തിൽ നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാരെ അനുദിനം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമരമാണ് ഇവിടെ ടോൾ പ്ലാസയിൽ നിന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ വർഷങ്ങളായി ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു പരിസ്ഥിതിയാണ് നിലനിൽക്കുന്നത്. റോഡ് പണിയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ, പരിഹാരങ്ങൾ ഉണ്ടായിട്ട് വേണം. അതിനുള്ള ശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരമൊരു മാർച്ച് ഇവിടേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തോട്, ഇവിടുത്തെ ജനങ്ങളോട് വിളിച്ചു പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കടമയുണ്ട്, കർത്തവ്യമുണ്ട്. അത് നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പേരെ അണിനിരത്തിക്കൊണ്ട് ഈ ടോൾ പ്ലാസയിലേക്ക് ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്.